ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ ഒപ്പോ റെനോ 14 നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന പോലെ തന്നെ 40,000 റേഞ്ചിൽ താഴെ വരുന്ന ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ് ഒപ്പോ റെനോ 14. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ എന്താ പറയുക, ഹോണസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ യൂസേജ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വലിയ കിടിലനായിട്ടുള്ള നമ്മുടെ സിനിമാറ്റിക് സംഭവങ്ങളൊന്നും നമ്മളത് ചെയ്യുന്നില്ല, അതൊക്കെ വലിയ ഈ ചാനലുകാർ ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ നോർമലി പണ്ടത്തെ പോലെ തന്നെ ഒരു നോർമൽ ഒരാൾ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ആളുടെ റിവ്യൂ ഇങ്ങനെ പറയാം, അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 37,999 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 8GB 256GB വേരിയൻ്റ് തന്നെയാണ്. ഇത് ഗ്രീൻ കളറാണ്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു മിൻറ്റും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാൻ പ്രോസും കോൺസും ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു എന്താ പറയുക, ഞാൻ ഒരു വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ലിം ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെൻട്രിക് ഫോൺ ഒരു 35 രൂപയ്ക്ക് 36 രൂപയ്ക്ക് ആ കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ കാർഡ് ഡിസ്കൗണ്ട് 36-35 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പൂട്ടിയെടുക്കാം. പക്ഷേ ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവത്തിനൊക്കെ ആണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. അതാണ് ഫസ്റ്റ് ഒരു സിംഗിൾ വേർഡിൽ വേർഡിട്ട് പറയാനുള്ളത്. ഇനി പ്രോസും കോൺസിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺസ് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. ഇതിൻ്റെ മെയിൻ കോൺ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൽ നമുക്ക് ഡയമൻസിറ്റി 8350 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് 25 രൂപയുടെ ഫോണിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നോഡ് C5 നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു വൺ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം ഈ റേഞ്ചിൽ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ മെമ്മറിയൊക്കെ കുറേയൊക്കെ ഫുള്ളാക്കിയിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് നിങ്ങൾക്ക് നോർമലി നിങ്ങൾ ബാക്കിയുള്ള ഫോണുകൾ ഉപയോഗിക്കാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫേസ് ചെയ്യില്ല. പക്ഷേ ഒരു ചെറിയൊരു ഷട്ടർ ലാഗ് പോലത്തെ ഒരു സംഭവം നിങ്ങളിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓടിച്ച് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്കിതിൽ ഒരു ചെറിയൊരു ലാഗ് പോലെ നിങ്ങൾക്ക് തോന്നും. പിന്നെ ഗെയിമിങ്ങിനൊന്നും ഹൈലി റെക്കമെൻഡ് അല്ല. നിങ്ങളൊരു മീഡിയം യൂസ് ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഈ പ്രൊസസ്സർ അത്രയ്ക്കൊന്നും താങ്ങില്ല. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ തന്നെ വരുന്നൊരു സാധനമാണ് ഈ സാധനം, നമ്മുടെ നോഡ് 5 എന്ന് പറഞ്ഞ സാധനം. ഇത് പെട്ടി മാത്രമല്ല, ഫോണോടെ ഉണ്ട്. ഫോൺ ഞാൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൺലി ഇതിൻ്റെ വീഡിയോ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ 512GB വേരിയൻ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ യൂസിന്. മറ്റേത് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇത് അതിലാണെങ്കിൽ നമുക്ക് 8S Gen 3 വരുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കിടലാണ്. അപ്പോൾ അവിടെയാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ അത് ക്യാമറ സെൻട്രിക് അല്ല. നമുക്കതിൽ 8GB ഒരു 8 മെഗാപിക്സലിൻ്റെ സെൻസറും 50 മെഗാപിക്സൽ സെൻസർ മാത്രമേ ഉള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് 50-8 വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കോണിലേക്ക് പോകാം. അടുത്ത കോൺ എന്ന് പറയാമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നിറച്ച് ബ്ലോട്ട് വൈസാണ്. ഞാൻ അതിൻ്റെ ഇതൊന്നൊന്ന് കുറയ്ക്കാം. നിറച്ച് ബ്ലോട്ട് വൈസിൻ്റെ പൂരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പരിപാടികളാണ്. അത് മാത്രമല്ലാണ്ട് ഇവരുടെ ആപ്പ് മാർക്കറ്റ്, പിന്നെ കുറേ ഇങ്ങനെ കുതിര സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പരസ്യത്തിൻ്റെ പൂരങ്ങളാണ്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ഗെയിംസിൻ്റെ പൂരമാണ്. നമ്മളിത് ഫസ്റ്റ് വാങ്ങിച്ച ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് റീസെറ്റ് ചെയ്തതാണ്ടോ. ഫുള്ള് ബ്ലോട്ട് വൈസിൻ്റെ പൂരങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ ഒരു കൊട്ടക്കണക്കിന് ഉള്ള ഗെയിംസ് എല്ലാവരും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഇവരുടെ കുറേ ആപ്പ് മാർക്കറ്റ്, അങ്ങനെ പിന്നെന്താ ഒപ്പോ സ്റ്റോർ, അതിനെ പോട്ടെ വയ്ക്കാം, ഷോർട്ട് മാക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവരുടെ വേറെ കുറേ കുതിര സാധനങ്ങളുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ ഡിസേബിളൊക്കെ ചെയ്ത് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ക്ലീൻ ആവും. അല്ലാത്തപ്പോൾ അതൊരു മെയിൻ കോണാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത്രയും റേഞ്ചിലായിട്ട് ഇവരുടെ എന്താ പറയുക X5 പോലും ഇതുപോലെയാണ്. ഇത്രയ്ക്കില്ല. പക്ഷേ അപ്പോൾ എന്തിനാണോ ഇങ്ങനെ എത്ര അധികം കുത്തിക്ക് നിറച്ചിട്ട് വരുന്നത്? മനുഷ്യൻ്റെ ഒരു നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇമ്പ്രഷൻ പോവും. അതാണ് മെയിൻ പ്രോബ്ലം കേട്ടോ. പിന്നെ അതാണ് എനിക്ക് ഒരടുത്തൊരു കോണായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് കോൺ എന്ന് പറയാനുള്ളത്, കോണിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ക്യാമറ നമുക്കൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രോസസ്സിങ് ഒരു ടൈം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഒരു ലാഗും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കടന്ന് എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഈ പ്രൊസസ്സറിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഇത് പ്രോസസ്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. നമ്മുടെ ഗൂഗിൾ പിക്സലിൽ പോലെ തന്നെ നമ്മുടെ X200 FE അത് സെയിം പരിപാടിയിലുള്ളതാണ്. പക്ഷേ അപ്പോൾ ആഫ്റ്റർ പ്രോസസ്സിങ് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ടെന്ന് പറയാം ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാം. കണ്ടോ, സൂമിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്ക് 3.5x സൂമിങ് ആണൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പ്രോസും കോൺസും മിക്സായി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ കോൺസായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു AMOLED ഡിസ്പ്ലേയുടെ ഒരു പഞ്ചിനെസ് ഇല്ലേ, അതെനിക്കൊരു കുറവുള്ള പോലെ തോന്നി. നമുക്ക് ഇത് മാത്രം എടുത്ത് വയ്ക്കുമ്പോൾ തോന്നുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ വേറെ ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് വയ്ക്കുമ്പോഴാണ് തോന്നുള്ളൂ. അത് എനിക്കൊരു പിന്നെ അത്യാവശ്യം ബെസലും ഉണ്ട്. ഭയങ്കര ബെസലൊന്നും അല്ല കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ നമ്മുടെ പിക്സൽ 10 കമ്പയർ ചെയ്യുമ്പോൾ ബെസലൊന്നും ഇല്ല എന്ന് പറയാതിൽ. പക്ഷേ എന്നാലും ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോഡ് 5 ആയിട്ടോ
13R ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ചെറിയൊരു ബസ്സിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർ മാത്രം എടുത്താൽ മതി. പ്രോസ് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാമറ സെൻട്രിക്കാണ്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി കാണുന്നതായിരിക്കും. ഇപ്പോൾ പിന്നെ മെറ്റൽ ബിൽഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്ലിം ആണ്, 180 ആ റേഞ്ചൊക്കെ നമുക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഭയങ്കര സ്ലിം വെയിറ്റ് ആണ്. IP68 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ, നമുക്കിതിൻ്റെ 512GB മോഡലും അവൈലബിൾ ആണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ പ്രൊസസ്സറാണ് മെയിനായിട്ടൊരു ഡൗൺഗ്രേഡ് എന്ന് പറയാനുള്ളത്. പിന്നെ പ്രോസസ്സിൽ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ബാക്കപ്പും പറയാം. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സുഖമായിട്ട് ഒരു 10 മണിക്കൂറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. റെഗുലറായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്. കളർ വോയിസ് ആണ്, അതൊരു എടുത്ത് പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് ആണ്. കളർ വോയിസും ഓക്സിജൻ വോയിസും ഒരു 99.9% സെയിം ആണ്. അങ്ങോട്ട് കിട്ടും കുറച്ച് പേര് മാറ്റി കുറച്ച് ഐക്കൺസ് മാറ്റി അത്ര ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നോഡ് 5 എന്ന് വെച്ചാൽ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡറി ഫോണിൽ നിന്ന്. അപ്പോൾ അത് ഞാനത് കമ്പാരിസൺ വീഡിയോയിൽ കാണിച്ചു തരാം. സിമിലറാണ്, ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ One UI കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് കിഡിലൻ UI എന്ന് പറയാവുന്ന ആൻഡ്രോയിഡിൽ ഓക്സിജൻ വോയിസും കളർ വോയിസ് തന്നെയാണ്. അപ്പോൾ അപ്ഡേറ്റ്സും കറക്റ്റാണ്, ആനിമേഷൻസും സൂപ്പറാണ്, അപ്ഡേറ്റ്സും സൂപ്പറാണ്, ഫീച്ചേഴ്സും സൂപ്പറാണ്. അപ്പോൾ ഓവറോൾ എല്ലാം കിഡിലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ പ്ലസ് പോയിന്റ്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, പക്ഷേ കോൺസും ഉണ്ട്. ഇതിൻ്റെ മെയിൻ കോൺ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ശരിക്കും ഈ 8th Gen 3 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ കിഡിലൻ ഫോണായേനെ. ഇവരെന്ത് കണ്ടിട്ടാണ് ഒന്നാമതേ ഒരു 13 Reno 13 Reno 12 ഒക്കെ ഇവർ ഇതേപോലെ തന്നെയാണ്. ഇവർ ആകെ ക്യാമറനെ മാത്രം നോക്കുള്ളൂ, ബാക്കിയൊന്നും ഒരു കറക്റ്റായിട്ട് ചെയ്യില്ല. ഈ ഒരു 14 സീരീസിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സറൊക്കെ കൊടുത്തത്. ഇതിനായിട്ടും ഷോക്കായിരുന്നു പണ്ടൊക്കെ അവർ പ്രൊസസ്സറൊക്കെ കൊടുക്കാറ്. പക്ഷേ എന്നാലും ഈ ഒരു പ്രൊസസ്സറും ഈ റേഞ്ചിൽ വൺ ഷോക്കാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ 512GB നിങ്ങൾ മോഡലൊക്കെ എടുത്തിട്ട് പിന്നെ ഇതിൽ ട്രാൻസ്ഫർ സ്പീഡൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അതിൽ Type-C 2.10 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മെമ്മറി കാർഡിനോ അല്ലെങ്കിൽ എന്താ പറയുക USB എന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഭയങ്കര സ്ലോ ആണ് സാധനം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറെ കോളിങ്ങിനും ഇഷ്യൂസും സംഭവമൊന്നുമില്ല, നല്ല കോൾ ക്വാളിറ്റീനെ കിട്ടുന്നുണ്ട്. വൈഫൈന് റേഞ്ച് ഇഷ്യൂസ് ആയാലൊന്നുമില്ല, നല്ല റേഞ്ചിങ് ആളൊക്കെ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡ് റേഞ്ചും കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി BSNL സിമ്മിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ BSNL 4G തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നു, റേഞ്ചിങ് ആളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു ഫോൺ എന്നൊക്കെ, പ്രത്യേകിച്ച് ക്യാമറ സെൻട്രിക് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ബെസ്റ്റ് റെക്കമെൻഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അല്ലാത്ത പക്ഷം ക്യാമറ മാത്രം നോക്കിയിട്ടുള്ളൊരു ആൾക്കാണെങ്കിൽ ഇത് എടുക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ക്രോമ സ്റ്റോറിൽ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. 2 എക്സ്ട്രാ 1 year വാറണ്ടി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 year വാറണ്ടി വരുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. 1 week ആയിട്ടുള്ളൂ. ഇത് ഞാൻ മോസ്റ്റ്ലി നാളെ തട്ടുവിനെ. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 8GB 256GB മോഡലാണ്, 37,999 ആണ് ബൈയിങ് പ്രൈസ്. കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോർമലി ഒരു 36 രൂപയ്ക്കൊക്കെ കിട്ടാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു 32-33 രൂപയ്ക്ക് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. എക്സ്ട്രാ 1 year വാറണ്ടി വരുന്നുണ്ട്, 4000 രൂപയുടെ സാധനം എക്സ്ട്രാ ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഒഫീഷ്യൽ ഒപ്പോൻ്റെ വാറണ്ടിയാണ്. ആരെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.